ഡിപ്പെൻഡ് ചെയ്യാവുന്ന സ്ഥാപനങ്ങളെ കൂടെ തകർത്ത് കളയാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സംശയം വരാവുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പരാതിയില്ലാണ്, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ചെയ്യുന്നതും. ഇവിടെ 40 കെട്ടിടങ്ങളുണ്ട്. ഈ 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പെർമിഷൻ എടുത്തുകൊണ്ടല്ലാതെ ഉണ്ടാക്കിയതാണെന്നുള്ളത്. പക്ഷെ ഒരു അത്ഭുതം ആലോചിച്ചു നോക്കൂ, ഒക്കെ പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയം റോഡിലേക്ക് തള്ളി എത്തുമ്പോൾ ഈ ബുൾഡോസർ അറിയാതെ നിൽക്കുകയാണ്. ഈ ഡ്രൈവർക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നില്ല. ഡ്രൈവർ അടക്കം ഇതിൽ വളരെ ട്രെയിൻഡ് ആണെന്ന് ഇന്ത്യൻ സമൂഹം. അത് ഒരു ബുൾഡോസറിന്റെ ഡ്രൈവർ ആയിരുന്നാലും ശരി, ഇനി അതല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ഡെവലപ്മെന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി, അതിന് മുകളിലുള്ള ആളുകളായിരുന്നാലും ഈ ഒരു ട്രെയിനിങ് ആണ് ഇന്ത്യയിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് RSS നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമവാഴ്ച യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നതമായ ഒരു സംവിധാനമാണ്. രാജ്യത്ത് കുറ്റം തെളിയിക്കുവാനും അതുപോലെ തന്നെ ശിക്ഷിക്കപ്പെടാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ, നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ പലപ്പോഴും ബുൾഡോസർ രാജ് പോലെയുള്ള, ബുൾഡോസർ ജസ്റ്റിസ് പോലെയുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരുമ്പോൾ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഒരു നോട്ടീസ് പോലും നൽകാതെ, നിയമ നടപടികൾ പൂർത്തീകരിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കുടിയിറക്കുകയും പള്ളികളടക്കം അതല്ലെങ്കിൽ വീടുകളടക്കം ബുൾഡോസറുകൾ ഉപയോഗിച്ച് നിരത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ആവർത്തിച്ച് രാജ്യം സാക്ഷിയാകുന്നു എന്നത് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ആവർത്തിച്ച് ഇത് സംഭവിക്കുന്നു. എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്? അല്ല, ഏറ്റവും അവസാനത്തെ എന്താ വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിക്കെതിരെ ഉള്ള മൂവ്മെൻ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് UP. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സംസ്ഥാനവും UP ആണ്. അവിടെ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് SP ആണ്. ഇപ്പോൾ അഖിലേഷ് യാദവ് നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. കോൺഗ്രസ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഡേഴ്സിൽ ഇപ്പോൾ ഒരു ഇമ്രാൻ മസൂദിനെ പോലുള്ള 1-2 ലീഡേഴ്സ് ഒഴിച്ചാൽ കോൺഗ്രസ്സിന് പോലും ശക്തരായിട്ടുള്ള മുസ്ലിം ലീഡേഴ്സ് ഇല്ല. അപ്പോൾ SP-യിലാണ് പിന്നെ എന്താണ്, ഇപ്പോൾ നസീമുദ്ദീൻ സിദ്ദീഖി, ഇക്ര ഹസന്, അതുപോലെ മൊഹിബുല്ല നദ്വി ഒക്കെ പോലുള്ള ആളുകൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു 30 വർഷമായിട്ട് UP രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യങ്ങളിൽ ഒരാളാണ് ഈ അസം ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം 10 തവണ MLA ആയിട്ടുണ്ട്, 4 തവണ മന്ത്രിയായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ അഖിലേഷ് യാദവിൻ്റെ മന്ത്രിസഭയിൽ 2ാം സ്ഥാനക്കാരനായിരുന്നു അദ്ദേഹം എന്ന് വരെ പറയാം. ചില അത്രയും സ്വാധീനമുള്ള മുലായം സിംഗ് യാദവാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് ഒരു ഉത്തർപ്രദേശിൽ മുഴുവനും ഒരു നേതാവാക്കി വളർത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തനായ ഒരു മുസ്ലിം നേതാവായിട്ട് അദ്ദേഹം അവിടെ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ആ ഭരണം പോയി 2017 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് BJPയുടെ യോഗിയുടെ മന്ത്രിസഭ എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ 80-ലധികം കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകനെതിരെ 40-ലധികം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 7ഓളം കേസുകളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 2 കൊല്ലം എന്ത് ചെയ്യുന്നു, തടവിലെന്ത് ചെയ്യുന്നു, കടന്നിരുന്നു. അപ്പോൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ശക്തനായ മുസ്ലിം നേതാവിനെതിരെ വളരെ കൃത്യമായ ചില ടാർഗറ്റ് വെച്ചുകൊണ്ട് തന്നെയുള്ളൊരു കിണി ആണ് ചെയ്യുന്നത്. അപ്പോൾ 2006-ലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് UPയെ സംബന്ധിച്ചോളം അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ ഒരു ഖാജ മുഹീദ്ദീൻ എന്തൊരു ലാംഗ്വേജ് ഇതുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പ്രശസ്തമായിട്ടുള്ള മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ മൗലാന ജവഹറിൻ്റെ പേരിൽ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയാണ്. 250 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന, അതുപോലെ തന്നെ ഒരേ സമയം ഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക്, അത് മെഡിക്കൽ ഇതടക്കമുള്ള എഞ്ചിനീയറിംഗ്, മെഡിക്കലും ലോയും ഒക്കെ അടക്കമുള്ള എല്ലാ പ്രബലമായ ബ്രാഞ്ചുകളുമുള്ള യൂണിവേഴ്സിറ്റിയാണ്. 3000-ലധികം കുട്ടികൾ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ മതപരമായ ഇതുകൾക്കും ചില ഇതുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടോടെ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണിത്. ഇവിടെ കുട്ടികൾക്ക് ഫീ കൺസെഷൻ കൊടുക്കുന്നുണ്ട്, ഫീ റീഇംബേഴ്സ്മെൻറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തൊരു ചെറിയ വിപ്ലവം നടത്താൻ അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് ഒരു പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് 10-20 വർഷമായിട്ട് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ UPയിലെ രാഷ്ട്രീയക്കാർ പുണ്യാളന്മാരൊന്നുമല്ല അവിടെ. കാരണം അങ്ങനെ അതെ, അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അല്പം ഗുണ്ടായുസവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെയ്ക്കരുത്തും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം ഒരു പരമപുണ്യ പുരുഷനാണെന്നും സ്ഥാപിക്കുന്നില്ല. പക്ഷേ
പരിമിതമായ ഈ ഇതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ വ്യത്യസ്തതയിൽപ്പെട്ടതാണ് തൻ്റെ കയ്യിലുള്ള പണം മുടക്കിക്കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ രംഗത്തൊരു കാഴ്ചപ്പാടുണ്ടാക്കി അത്തരത്തിലുള്ള ഈ ഒരു സമൂഹത്തിനെ ഉയർത്താനുള്ള ശ്രമം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ ഇദ്ദേഹം അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും അടുത്ത ആളാകുന്ന സമയത്ത് തന്നെ മുസഫർ നഗറിലെ കലാപം കൈകാര്യം ചെയ്തെടുത്ത് എസ് പിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നിടത്ത് അയാളെ അടഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് നമ്മൾ പത്രവാർത്തകളിലോ കണ്ടിട്ടുണ്ട്, അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ച് സുല്ലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പിന്നെ രണ്ടാമത് ചെയ്യുന്നത്. ചില ഒരു അങ്ങനത്തെ ഒരു സ്പിരിറ്റ് അദ്ദേഹം സൂക്ഷിക്കേണ്ട അർത്ഥം. പക്ഷേ ഇതൊരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ യു പിയിൽ നടക്കുന്നതാണ് നമുക്ക് കാണാം. ഒരു ഭാഗത്ത് പള്ളികൾ, വീടുകൾ, സ്ഥാപനങ്ങൾ ഇതൊക്കെ എൻക്രോച്ച്മെൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തകർക്കുക. പിന്നെ ആരെങ്കിലും ഒരു ബലാത്സംഗം, മുസ്ലിം ആരെങ്കിലും ബലാത്സംഗം ചെയ്തു പറഞ്ഞാൽ അവൻ്റെ വീട് എന്ത് ചെയ്യും, പൊളിക്കും. അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, പൊളിക്കും. ഇത് നടക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു വളരെ സെലക്റ്റീവായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ സ്ഥാപനങ്ങളെ കൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വായിച്ചോന്നറിയില്ല, പിന്നെ ഈ ദിയോബന്ദിലെ ദാറുൽ ഉലൂം അതിനെതിരെ ഒരു പരാതി പോയിരിക്കുന്നു. എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്നുള്ളതാണ്. ഉടനെ മാത്രം 10-15 ദിവസത്തിൽ എന്ത് ചെയ്യണം, മതിയാവുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത് ആസൂത്രിതമാണെന്നതിൽ സംശയമൊന്നുമില്ല. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വേറൊരു ഭാഗത്ത് നാമമാത്രമായെങ്കിലും അവർക്ക് സ്വാധീനമുള്ള ചില മേഖലകളെ അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന സ്ഥാപനങ്ങളെ കൂടെ തകർത്ത് കളയാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സംശയം വരാവുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു പരാതിയല്ലാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം ചെയ്യുന്നതും. ഇവിടെ 40 കെട്ടിടങ്ങളുണ്ട്. ഈ 40 കെട്ടിടങ്ങളിൽ 38 എണ്ണവും നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പെർമിഷൻ എടുത്തുകൊണ്ടല്ലാതെ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. പക്ഷേ ഒരു അത്ഭുതം ആലോചിച്ച് നോക്കൂ, ഈ യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡാണ്. നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. UGCയുടെ ഒരു അപ്രൂവൽ വേണമെങ്കിൽ എത്ര പേപ്പറുകൾ സമർപ്പിക്കണം. അപ്പോൾ അതിനകത്ത് വളരെ ബേസിക്കായൊരു സാധനമാണ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ UGC ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ UGC ആദ്യം എന്ത് ചെയ്യണം, ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ. ഇനി നോക്കൂ, ഈ പരാതിയുടെ അടിസ്ഥാനം സംഭവിക്കുന്നത് വെച്ചാൽ, അതായത് 82,309 സ്ക്വയർ മീറ്റർ വരുന്നതാണ് ഈ 38 ബിൽഡിങ്ങുകൾ. ഇത് 15 ദിവസത്തിനുള്ളിൽ പൊളിച്ചു നീക്കുന്നതാണ് ഓർഡർ. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ മതിയായ സമയം കൊടുത്തു എന്നാണ്. അതിലെ നുണ എന്താണ്, അതായത് ഈ പറയുന്ന ജൂൺ 28, 29 തീയതികളിലാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത്. ജൂലൈ 8-ന് 10 ദിവസത്തിനുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജില്ലാ പഞ്ചായത്തിലെ അഡീഷണൽ സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കണം, എന്താണ് ഇതിനൊന്നും പിന്നെ നിയമപരമായ പരിരക്ഷ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2-3 വാദങ്ങളാണുള്ളത്. ഒന്നെന്ന് വെച്ചപ്പോൾ ഈ RDA, അതായത് ഇവിടുത്തെ ഈ രാംനഗർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇത് ഉണ്ടാകുന്നത് ഈ സ്ഥാപനം വന്നതിന് ശേഷമാണ്. അവരാണ് ഇപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ സാധാരണ കിട്ടുന്ന ഒരു അപ്രൂവൽ ഇത് എടുത്തിട്ടില്ല എന്ന് പറയുന്നു, ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും സത്യാവസ്ഥ അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഇത് വന്നാൽ തന്നെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക, റെഗുലൈസേഷൻ പോവുക ചെയ്യുക അല്ലേ. ഇത്രയും മാസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നൊരു സ്ഥലം, ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ, ഈ കെട്ടിടം പൊളിച്ചു കളയുക എന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ഗുണപരമായതല്ലോ. എന്ത് പൊളിച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നത്, അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന ഇതല്ലേ. അപ്പോൾ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ട റെഗുലറൈസേഷനിലേക്കോ ലീഗലൈസേഷനിലേക്കോ പോകുകയാണ് വേണ്ട. അതിനിപ്പോൾ എത്ര ഫൈനാൻസ് എന്താണ് ഇതോട്ടെ. പക്ഷേ ഇവിടെ അതല്ല മൂവ്മെൻറ്റ്. അപ്പോൾ തന്നെ എന്താണ്, അത് കൃത്യമാണ് ഇതിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത്. രണ്ടെന്താ വെച്ചാൽ ഇപ്പോൾ SP-യുടെ ഈ നാഷണൽ സ്പോക്സ് പേഴ്സൺ ഉണ്ട്, അവരുടെ പേരെന്താ വെച്ചാൽ എന്താണ് ഒരു ജുഹി സിംഗ് എന്ന് പറയുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഓക്കെ ഞങ്ങൾ അങ്ങനെയാണ് എന്താണ് ഇവിടെയുള്ള ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തെളിവ് വേണേൽ നമ്മൾ തരാം. അവർ പറഞ്ഞതാണ് എന്താണ്, ആരൊക്കെ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഞങ്ങൾ തരാം. അപ്പോൾ അതിലേക്ക് പോകാൻ റെഡിയല്ല. നമുക്കറിയാപ്പോൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ ചദ്ദ, അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ BJP-യിലേക്ക് എന്ത് ചെയ്തു, പോയി. അതിൻ്റെ കാരണം എന്തായിരുന്നു, അദ്ദേഹം AIP-യിലായിരുന്നു, ആം ആദ്മി പാർട്ടിയിലായിരുന്നു. ചില അന്വേഷണങ്ങൾ യൂണിവേഴ്സിറ്റിക്കെതിരെ വരുന്നു.
അതോടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു മാറുന്നു, പിന്നെ അന്വേഷണം ഇല്ലാതെയാവുന്നു. വാഷിംഗ് മെഷീൻ അത് എന്ത് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറഗുലാരിറ്റീസ് നടത്തിയിട്ടുള്ള 100 കണക്കിന് യൂണിവേഴ്സിറ്റീസ് എന്തായാലും ഇവിടേക്ക് ഉണ്ട്. അതിലൊന്നും തൊടാതെ മുസ്ലിങ്ങളുടെ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മാത്രം ബാധിക്കുന്നതിലേക്ക് പോകുന്നതിൻ്റെ പുറകിൽ ഉള്ള അജണ്ടയാണ് പ്രശ്നം. അതിൽ ഞാൻ കാണുന്ന 2 കാര്യങ്ങൾ. ഒന്നെന്താ വെച്ചാൽ ഒരേ സമയം സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. 2 ലീഡർഷിപ്പിന് നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിം ലീഡർഷിപ്പിനെ മെല്ലെ മെല്ലെ ഇല്ലാതെയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് പോലും ശക്തമായ മുസ്ലിം നേതാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അടുത്തൊരു UP തെരഞ്ഞെടുപ്പ് ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റാണ് എന്ന് നമ്മൾ കരുതണം. ദുർബലമാക്കി അവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന. എന്തായാലും ഇത് ഒരു കേവലം ഒരു യൂണിവേഴ്സിറ്റിയുടെ മാത്രം വിഷയമല്ല. ഇതിലൂടെ എന്ത് ചെയ്യും, പടർന്നു കയറാനിടയുള്ള വ്യാപകമാകാനുള്ള ഒരു അപകടത്തിൻ്റെ സൂചനയാണിത്. തീർച്ചയായും ഇത് ഈ ഒരു നീക്കം എപ്പോഴും സെലക്റ്റീവാണ് എന്നതാണ് നമ്മൾ അടിവരയുടെ ഒരു പോയിന്റ്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇതിനകത്ത് ഈ ബുൾഡോസർ രാജിനെ കുറിച്ച് ഇന്ത്യയിൽ ഒരു NGO പഠനം നടത്തി കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 സെഷനുകളിൽ പങ്കെടുത്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ കഴിഞ്ഞ CH ചെയർ സംഘടിപ്പിച്ച ഒരു 2 ദിവസ സെമിനാറുണ്ട്. അതിലൊരു സെഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ബുൾഡോസർ രാജ് മൈൽസ് ടു സ്മൈൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു NGOയുടെ പേര്. അപ്പോൾ ഒരു ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ചിരിക്കാൻ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ആസിഫ് മുജിത്തബ എന്ന UP സ്വദേശി തന്നെയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഈ ബുൾഡോസർ രാജ് നേരിട്ടും അല്ലാതെയും ബാധിച്ചിട്ടുള്ളത് ഏതാണ്ട് 1.5 മില്യൺ മുസ്ലിം ജനവിഭാഗത്തെയാണെന്നുള്ളതാണ്. നമുക്ക് അത്ഭുതം. നമ്മൾ വിചാരിക്കുന്നത് വളരെ കുറഞ്ഞാണ്. 15 ലക്ഷത്തോളം കുടുംബങ്ങളെ ഇത് അനാഥമാക്കുകയോ അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോവുകയോ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സിമ്പിൾ ലോജിക്കാണിത്. ഏതൊരു ഭരണകൂടത്തിനും അറിയാം. നമ്മൾ ഇന്ത്യ രാജ്യത്ത് അനധികൃത നിർമ്മാണമില്ല എന്ന് നമ്മളാരും പറയുന്നു. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പെടുന്നതും പെടാത്തതും വരും. ഇപ്പോൾ റോഡിൻ്റെ വീതി നിശ്ചയിക്കുമ്പോൾ അതിനകത്ത് പെടുന്നതും പെടാത്തതും വരും. ഇതിനാണല്ലോ ഇപ്പോൾ ഇല്ലീഗലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഗൽ പാർട്ടിന്ന് പുറത്തു പോയതെന്ന് നമ്മൾ പറയുന്നത്. ഇത് ഏതൊരു ഈ രംഗത്തുള്ള ആൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് ഇവർ ഒട്ടും അദ്ദേഹം പറഞ്ഞ ഒരു പല കണക്കുകളും നമുക്ക് അത്ഭുതം തോന്നും. കാരണം 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നത്. അതിനും എത്രയോ മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ, അതിനു മുമ്പുള്ള ടൗണുകൾ, അതിനു മുമ്പുള്ള വില്ലകൾ, അതിനു മുമ്പ് നിലനിന്നിരുന്ന, അപ്പോൾ ആ വില്ലകളിൽ തന്നെ പിന്നെ ആളുകൾ സ്വാഭാവികമായി അവരുടെ ആ സ്ഥലം വീണ്ടും അതിന് കെട്ടിപ്പോക്കുമല്ലോ. അപ്പോൾ അതിനെയാണ് പിന്നീട് 80കളിലോ 90കളിലോ ഒക്കെ വരുന്ന ഈ പഞ്ചായത്ത് രാജിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള പഞ്ചായത്തുകൾ നോട്ടീസ് കൊടുക്കുന്നത്. ഞങ്ങളത് ശരി, അവർക്ക് നോട്ടീസ് കൊടുക്കാനുള്ള അവരുടെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ റെഗുലൈസേഷൻ എന്നുള്ളത് അവിടെയാണ് സെലക്റ്റീവ്നെസ് വരുന്നത്. ഒരു ചില ആളുകളോട് ചില സമീപനം. ഇപ്പോൾ ജഹാംഗീർപുരി നമ്മൾ ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ കണ്ട ഒരു കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ്. അല്ലെങ്കിൽ അവിടെ ഈ ബുൾഡോസർ രാജാണ് വലിയൊരു പ്രശ്നത്തിലേക്ക് ഒരു വലിയ ഇതിൽ വന്നത്. നമ്മളുടെ ET മുഹമ്മദ് ബഷീർ സാഹിബൊക്കെ അടക്കം അവിടെ നേരിട്ട് പോയി നിർത്തിവെപ്പിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വശത്ത് കടകളും വീടുകളും ഒക്കെ പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയം റോഡിലേക്ക് തള്ളി എത്തുമ്പോൾ ഈ ബുൾഡോസർ അറിയാതെ അവിടെ നിൽക്കുകയാണ്. ഈ ഡ്രൈവർക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നില്ല. ഡ്രൈവർ അടക്കം ഇതിൽ വളരെ ട്രെയിൻഡാണെന്ന് ഇന്ത്യൻ സമൂഹം. അത് ഒരു ബുൾഡോസറിൻ്റെ ഡ്രൈവറായിരുന്നാലും ശരി, ഇനി അതല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ഡെവലപ്മെൻറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി, അതിന് മുകളിലുള്ള ആളുകളായിരുന്നാലും ഈ ഒരു ട്രെയിനിങ് ആണ് ഇന്ത്യയിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് RSS നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഇപ്പോൾ രാജസ്ഥാനിലുള്ള വളരെ സങ്കടകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്. അവരൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ആ വീട്ടിൽ തലേ ദിവസം ഒരു വിവാഹം നടന്ന വീടാണ്. അപ്പോൾ പുതുമണവാളനും മണവാട്ടിയും ഈ ഇല്ലീഗലൈസേഷൻ്റെ പേരിൽ അന്ന് ആദ്യ രാത്രിയിൽ ഈ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം അവിടെ ബുൾഡോസർ വന്ന് അവരുടെ വീട് തകർക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി രാജസ്ഥാനിൽ സ്വാഭാവികമായ വേഷം ഇതും പിന്നെ അവരുടെ മുഖം അടക്കം മൂടുന്ന ഒന്നിച്ചുള്ളൊരു മുണ്ടിട്ടുകൊണ്ട്
കല്യാണ വേഷത്ത് തന്നെയാണ് ഈ കുട്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മൈലാഞ്ചി ചുവപ്പ് മായാത്ത കൈകൾ കൊണ്ട് അവൾ ഒപ്പിടുന്ന ഒരു കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇവരുടെ പരാതിയിൽ തൻ്റെ പ്രിയതമനെ ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലാത്ത പ്രിയതമനെ തലേ ദിവസം തന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയും പ്രതീക്ഷയായി നിൽക്കുന്ന വീട് തകർക്കപ്പെടുകയും, ഇങ്ങനെ ഇന്ത്യയിലുടനീളം നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു തെറ്റായ നടപടിയുടെ, ഒരു സമൂഹത്തിന് നേരെ മാത്രം വിദ്വേഷത്തിൻ്റെ ചുവ കാണിച്ചുകൊണ്ട് നടത്തുന്ന നടപടിയിൽ വലിയ അളവിൽ ഇത് ഇനിയും ഇന്ത്യ രാജ്യത്ത് ഉയർന്നു കേൾക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് തവണ ഇപ്പോൾ സുപ്രീം കോടതിയൊക്കെ ഈ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനൊരു അന്ത്യം, നമ്മൾ ഈ ചർച്ചയിൽ അതാണ് തുടരുന്നതാണ്. ഇത് അന്ത്യം കുറിക്കാതെ ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രാംപൂരിലെ മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റി, നേരത്തെ നിങ്ങൾ പറഞ്ഞ 2 യൂണിവേഴ്സിറ്റിയിലും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ അലിഗഡിൽ നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. ഈ പിന്നെ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ പേരിലുള്ള ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഫ്ലൂ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് സെൻറ്റർ എന്നുള്ളത് ചെറിയ സ്ഥലത്താണതല്ലോ. അവിടെ പോയപ്പോഴുള്ള അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് ആ യൂണിവേഴ്സിറ്റി. കാരണം അറബിക് ലാംഗ്വേജും ഉറുദു ലാംഗ്വേജാണ് അതിൽ കൂടുതൽ, ഉറുദു ആണ് ബേസ്. പിന്നെ പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു ളുഹുർ നിസ്കാരം, ഞങ്ങളൊരു അനുഭവമാണ്. ളുഹുർ നിസ്കാരത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ, അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഉത്തരേന്ത്യയിലെ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ സ്വാഭാവികമായും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ റൂമിൽ അവർ നിസ്കരിക്കുന്ന ഇതിലുണ്ടാവും. അവിടുത്തെ HOD ഞങ്ങളോട് പറഞ്ഞു നമുക്ക് നിസ്കരിക്കാൻ അപ്പുറത്ത് പള്ളിയിൽ പോവാം. അപ്പോൾ ഞങ്ങളും പിന്നെ അദ്ദേഹം പോകുന്ന വഴിക്ക് പറയുന്നത്, കുറച്ചു കാലമായിട്ട് ഞങ്ങൾ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കിലോമീറ്ററോളം അപ്പുറം പോവേണ്ട ഒരു ക്യാമ്പസിൻ്റെ പുറത്താണ് പള്ളിയുള്ളത്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ടിരുന്നത് ആ ലുലു മാളുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഇത്തരം വളരെ അവരൊക്കെ അനുഭവിച്ചിരുന്ന ഒരുപാട് വൈയക്തികമായ സ്വാതന്ത്ര്യങ്ങൾക്ക് തടസ്സം തരാൻ, അവരുടെ സ്വകാര്യമായ സ്ഥലത്ത് പോലും, അവർക്കെല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന സ്ഥലത്ത് പോലും അവരതിൽ നിന്ന് സ്വയം പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിലുടനീളം. ഇങ്ങനെ വ്യക്തികളെ, അതേപോലെ തന്നെ ഈ അള്ളങ്കാൻ്റെ വിഷയം നമുക്ക് അറിയാം. സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാരും അദ്ദേഹത്തെ ഒരു വലിയ ഒരു മുസ്ലിം നേതാവായി പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു പൊളിറ്റിക്കൽ മാനാണ് അദ്ദേഹം. അതായത് ആരാടാന്ന് ചോദിച്ചാൽ ഞാനാടാന്ന് പറഞ്ഞ് നിൽക്കുന്ന, അതെനിക്ക് തോന്നുന്നത്, ഞാൻ UP രാഷ്ട്രീയം സാറ് വായിച്ചിട്ടുണ്ടാവും, നെഹ്റുവിൻ്റെ കാലം മുതൽ അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ നിന്ന് പോന്നിട്ടുള്ളത്. അങ്ങനെ അത് പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്രപരമായ കാരണങ്ങളാൽ അങ്ങനെ, അതുകൊണ്ടാണ് ഈ കഫീൽ ഖാൻ്റെ വിഷയമൊക്കെ അങ്ങനെ വരുന്നത്. അവരൊക്കെ ഭരണകൂടത്തോട് വളരെ സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡായി പൊരുതി നിന്നിട്ട് തന്നെയാണ് മുസ്ലിങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്ത് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഉള്ള ആളുകൾക്കെങ്കിലും അവിടെ ആ നിലക്ക് നിന്ന് പോകാൻ സാധിച്ചത്. ഇനിയും അവരിപ്പോൾ അർഷദ് മദനി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വിഷയത്തിലടക്കം ശക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവരുടെ ഒരു, നമ്മൾ കേരളത്തിൽ കാണുന്ന പോലല്ല, കേരളത്തിൽ കാണുന്ന പോലുള്ള ഒരു ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡിസ്കഷൻ കൊണ്ടോ ഒന്നും നടപ്പിലാവാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരൊരു ആ മുസ്ലിം സമൂഹത്തെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്നതാണെന്നാണ് അവർ ചരിത്രം പഠിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശക്തമായി തന്നെ നമ്മൾ ഈ ഭരണകൂടം ചെയ്യുന്ന ഈ ഒരു തിന്മയെ, അതായത് അധികാരത്തിൻ്റെ മുഷ്ക് ഉപയോഗിച്ച് ഏറ്റവും സാധാരണക്കാരും സാമ്പത്തിക ബലമുള്ള ആളുകളും, ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ ഒരു വലിയ കല്യാണം നടക്കുന്ന മന്ദിരം മുസ്ലിം ജനനേതാവിൻ്റെ മന്ദിരം പൊളിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. പള്ളികൾ നിരന്തരമായി, മസ്ജിദുകൾ, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുകൾ ആളുകൾ കണ്ണീരണിഞ്ഞ് നോക്കി നിൽക്കുന്ന ആളുകളെ മാക്സിമം പ്രകോപിപ്പിച്ച് അവരെ തീവ്രതയിലേക്കോ അവരെ ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന സാഹചര്യത്തിലേക്കോ കൊണ്ടുപോകാൻ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്ത്യ രാജ്യം പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു വലിയ പിന്നെ ഈ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും, ഈ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫാസിസ്റ്റ് നടത്തുന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിട്ടാണ് ഈ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ബുൾഡോസറിൻ്റെ വലിയ ആനത്തുമ്പികൾ, ആനക്കൈകൾ സാധാരണക്കാരൻ്റെ ദേഹത്തേക്ക് ആഞ്ഞുപതിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.